ഒത്തിരി വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഐഡിയ ഇല്ലാത്ത ഒരു ബ്രാഞ്ചാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് IIT മദ്രാസിലെ 3rd ഇയർ കെമിക്കൽ എഞ്ചിനീയറിംഗ് ബാച്ചിലെ വിദ്യാർത്ഥിയായ ആദിത്യയാണ്. ആദിത്യയോട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം, എന്താണ് ശരിക്കുമുള്ള കെമിക്കൽ എഞ്ചിനീയറിംഗ്? ഒരു വിദ്യാർത്ഥി കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവസരങ്ങളുള്ളത്? ശരിക്കും എന്താണ് നിങ്ങളുടെ ഒരു ബ്രാഞ്ചിൽ പഠിക്കേണ്ടി വരുന്ന ടോപ്പിക്കുകൾ? ഹലോ, ഞാൻ ആദിത്യൻ, ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ IIT മദ്രാസിൽ 3rd ഇയർ കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് ചെയ്യുകയാണ് ഇപ്പോൾ. കെമിക്കൽ എഞ്ചിനീയറിങ്ങിനെ പറ്റി പറഞ്ഞാൽ ബേസിക്കലി ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. എല്ലാവരും പറയുന്നത് കെമിസ്ട്രിയാണ് പഠിക്കാനുള്ളതെന്ന്. ആക്ച്വലി കെമിസ്ട്രി ഒരു പാർട്ടായിട്ട് വരും. ഐ വുഡ് സേ കുറേ കൂടി ഫിസിക്സ് ഇൻ ടേംസ് ഓഫ് തെർമോഡൈനാമിക്സ്, പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ, ആ രീതിയിലുള്ള ഫിസിക്സ് അതിൽ കൂടുതൽ വരുന്നത്. ബേസിക്കലി ഫിസിക്സ് തന്നെയാണ് പഠിക്കാനുള്ളത് ആൻഡ് ഹെൽ ലോട്ട് ഓഫ് മാത്തമാറ്റിക്സ്. അപ്പോൾ മാത്സ് നല്ലോണം സ്ട്രോങ് ആയിരിക്കണം. അതിന് ബേസിക് കോഴ്സുകൾ IIT-ലുണ്ട്, ഫസ്റ്റ് സെം, സെക്കൻഡ് സെം ആസ് വെൽ ആസ് ഫസ്റ്റ് സെം. കെമിസ്ട്രി ആണ് എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ തിരഞ്ഞെടുക്കാത്തൊരു ബ്രാഞ്ചാണ്. പക്ഷേ ആക്ച്വലി ഐ വുഡ് സേ എൻ്റെ ബ്രാഞ്ച് ആയതുകൊണ്ട് മാത്രമല്ല, എനിക്ക് എൻ്റെ ബ്രാഞ്ച് ആകുമ്പോൾ ഒരു ബയാസ് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഞാൻ പറയാം, ഇറ്റ്സ് ദ മോസ്റ്റ് വേഴ്സറ്റൈൽ ബ്രാഞ്ച്. നിങ്ങൾക്ക് ഏത് ഫീൽഡിലോട്ട് തിരിയണമെങ്കിലും ഇറ്റ് വിൽ ഹെൽപ്പ് യു. കുറേ മെത്തേഡ്സ് ഉണ്ട് നമ്മൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഫൈനാൻസ്, പിന്നെ കമ്പ്യൂട്ടേഷൻസ്, ന്യൂമറിക്കൽസ്, അങ്ങനത്തെ വേറെ കുറേ ഇൻഡസ്ട്രീസിൽ ഈവൻ പ്രോഗ്രാമിംഗിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. ഇപ്പോൾ ഡിഫറെൻറ്റ് ഫീൽഡ്സ് ലൈക്ക് ഫൈനാൻസിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ കമ്പ്യൂട്ടേഷൻസ്, പിന്നെ ഈവൻ പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വേഴ്സറ്റൈലാന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഫീൽഡ് എന്ന് പറയുന്ന ഹിസ്റ്ററിക്കലായിട്ടുള്ള ലൈക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുമായിട്ട് ലൈക്ക് അവരുടെ എക്സ്ട്രാക്ഷൻ, ഇങ്ങനെ ഭയങ്കര ഓൾഡ് ലെവൽ സയൻസ് നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ന്യൂവസ്റ്റ് ഓഫ് ഓൾ ഇപ്പോഴത്തെ എനർജി ക്രൈസിസ്, അങ്ങനത്തെ എല്ലാം സോൾവ് ചെയ്യുന്നത് ആക്ച്വലി കെമിക്കൽ എഞ്ചിനീയേഴ്സ് ആണ് ഇന്നത്തെ വേൾഡ്. ഐ വുഡ് സേ ഇങ്ങനെ ഏത് ഫീൽഡിലോട്ട് തിരിയണമെന്നുണ്ടെങ്കിലും ഒരു ബേസ് ലെവൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിടെക് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫിസിക്സ്, മാത്സ്, അങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ലൈക്ക് വിൽ ഗെറ്റ് ബേസിക് കോഴ്സസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി. സെക്കൻഡ് സെം, ഒരു ഫസ്റ്റ് സെം അല്ല, ഫസ്റ്റ് ഇയർ, ഒരു 3rd സെം ഒക്കെ ആകുമ്പോൾ, അതായത് സെക്കൻഡ് ഇയറിലോട്ട് പോകുമ്പോഴാണ് ലൈക്ക് ആദ്യത്തെ കോർ കെമിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സസ് ഉണ്ടാവുന്നത്. അവിടെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ലൈക്ക് എനർജി ബാലൻസസ് എല്ലാം, ഇങ്ങനെ ദ ടേം റിവോൾവ്സ് അറൗണ്ട് എനർജി ബാലൻസ്, അത്രേ ഉള്ളൂ. മാസ് ബാലൻസ്, എനർജി ബാലൻസ്, ഇങ്ങനെയാണ് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും കെമിക്കൽ എഞ്ചിനീയറിംഗിനെ. ബട്ട് സ്കെയിൽ അപ്പ്. ഇതാണ് സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കുന്നത്. പിന്നെ 3rd ഇയറിലാവുമ്പോൾ കംപ്ലീറ്റ്ലി ഫിസിക്സ് ഓറിയൻറ്റഡ് ആയിട്ടാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളത്. പിന്നെ കുറേ ഇലക്ടീവ്സ് ഉണ്ട്. അങ്ങനെ ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചിലോട്ട് പോകാം. ഇപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് പറയുകയാണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്ലസ് ഒരു ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട്. എനിക്ക് അങ്ങോട്ട് തിരിയാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം എൻ്റെ ഒരു ഫീൽഡാണ് മെറ്റീരിയൽ സയൻസ്, എൻ്റെ ബ്രാഞ്ചിൻ്റെ ഒരു പാർട്ടായിട്ടുള്ളത്. അവിടെ എനിക്ക് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചിലോട്ട് ഇറങ്ങാൻ പറ്റും, പ്രൊജക്ട്സ് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഡെവലപ്പ് ആൻ ഓവർലാപ്പിംഗ് ബാക്ക്ഗ്രൗണ്ട്. അതെനിക്ക് പ്ലേസ്മെൻറ്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, റിസർച്ചിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് പറ്റി സ്പെസിഫിക്കലി പറഞ്ഞത്. പിന്നെ പ്ലേസ്മെൻറ്റ്സ് പറയുമ്പോൾ ലൈക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസ് വരുന്നുണ്ട്, അവർ നല്ലോണം പേ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്ലംബർജർ വരുന്ന ഒരു എക്സാമ്പിളാണ്. പിന്നെ റിലയൻസ്, അങ്ങനത്തെ ലൈക്ക് ബേസിക് കമ്പനീസ് ഉണ്ട്. പിന്നെ FMCGs ലൈക്ക് ഇൻഡസ്ട്രീസ്, മാനുഫാക്ചറിങ്, അങ്ങനത്തെ എല്ലാം വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ എൻ്റെ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുമ്പോൾ ഐ വുഡ് ജസ്റ്റ് ഗോ ഫോർ റിസർച്ച് ആൻഡ് ദെൻ പുറത്തുള്ള ടോപ്പ് കെമിക്കൽ എഞ്ചിനീയറിംഗ് കമ്പനീസ് ഉണ്ട്, ലൈക്ക് ഫിസിക്സിലോട്ടൊക്കെ തിരിയണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം. അങ്ങനെയാണ് എൻ്റെ ബ്രാഞ്ചിനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ കെമിക്കൽ എഞ്ചിനീയറിംഗ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.